ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് ലാബിൽ നിന്ന് റിസൾട്ട് എല്ലാം കിട്ടി. അപ്പോൾ ഡോക്ടറെ കാണുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇറങ്ങി. ഞാൻ ഉമ്മച്ചിയെടുത്തും മിന്നാടുത്തും പറഞ്ഞു പുറകെ വാ, ഞാൻ പോയി ഓട്ടോ വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങുവാണ്. ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മഴ പൊടിക്കുന്നുണ്ട്. വഴിയിലാണെങ്കിൽ അത്യാവശ്യം വെള്ളവും ഉണ്ട്. എൻ്റെ ഷൂ എല്ലാം മൊത്തവും നനഞ്ഞ് ചാടിയിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ എൻ്റെ ഷൂ എല്ലാം നനഞ്ഞു. പിന്നെ കുറച്ച് നടപ്പുണ്ട് ഓട്ടോ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഉമ്മച്ചിക്ക് കാല് വയ്യാത്തത് കൊണ്ട് അങ്ങ് വരെ നടന്നു വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പോയി ഓട്ടോ വിളിച്ചുകൊണ്ട് വാതിക്കെ വരലാണ് ഞങ്ങൾ പോകുമ്പോൾ ചെയ്യാറ്. അങ്ങനെ ഞാൻ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഇടവഴി കൂടെ നടക്കുക. അപ്പോഴത്തേക്കും ഞങ്ങളുടെ അപ്പുറത്ത് നന്ദുക്കുട്ടി വരുമായിരുന്നു. അവൾ ചോദിച്ചു ചിത്തി എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടാ ഉമ്മച്ചിയെ കാണിക്കാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങ് പോയി, അവളും അങ്ങ് പോയി. അവൾ സ്കൂൾ വിട്ട് വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് എത്താറായി. പക്ഷേ അവിടെ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വിളിച്ചില്ല. അത് വേണ്ടാന്ന് കരുതി. വേറെ ഓട്ടോ നോക്കി കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ട് നിന്നു. കുറച്ച് പോസ്റ്റായി. കുറേ നേരമൊക്കെ അങ്ങനെ നോക്കി നിന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ഓട്ടോ വന്നപ്പം അതും അയാൾ വന്നിട്ട് പറഞ്ഞു അവിടെ ഓട്ടോ സ്റ്റാൻഡ് അല്ലേ, അപ്പം വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പ്ലീസ് ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞപ്പം അവർ വന്നതാണ്. അങ്ങനെ ഓട്ടോയിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ഓട്ടോക്കാരൻ ചോദിച്ചു ഇങ്ങോട്ട് കയറുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, 4-5 പേരുണ്ട് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ഓട്ടോയിലോട്ട് കയറി. ഉമ്മച്ചിയൊക്കെ വന്ന് വിളിച്ചു. ഉമ്മച്ചിയും പിന്നെയും ഓട്ടോയിൽ കയറി. ഞങ്ങളത് ഓട്ടോയിൽ പോവുക. ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോയിൽ ഓരോന്ന് പറഞ്ഞു. പിന്നെ ഓരോ സ്ഥലം എത്തുമ്പോൾ അത് കണ്ട ഇത് കണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വാപ്പപ്പാടെ കട അവിടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ ഈ നോക്കുന്നത്. ഇപ്പം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴല്ല, ഇവിടെ അല്ല, അങ്ങോട്ട് പോകുമ്പോഴാണ് വാപ്പപ്പാടെ കടയെന്നൊക്കെ പറയുമായിരുന്നു. അത് പറഞ്ഞില്ല, ഇവിടെയാണ് ഉമ്മി എന്ന് പറഞ്ഞു. എന്നിട്ടും കാണാത്തതുകൊണ്ട് പറഞ്ഞ് അതേ എന്നാൽ അപ്പുറത്തായിരിക്കും ഉമ്മി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഇല്ല, കട കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിച്ചു. അങ്ങനെ പിന്നെ നല്ലൊരു ഓട്ടോക്കാരനായിരുന്നു കിട്ടിയത്. അയക്കാൻ നല്ലൊരു മനുഷ്യനായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ടുപോയി. കുറച്ച് അത്യാവശ്യം ലോങ് ഓട്ടോ ആയതുകൊണ്ട് പിന്നെ കുറച്ചങ്ങ് ഓടിച്ചെന്നപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ വീടെത്തി. ഞങ്ങൾ പതുക്കെ ഇറങ്ങുക. ഉമ്മച്ചിക്കും പതുക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, കാല് വയ്യാത്തത്. ഞങ്ങൾ അയക്കുക ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ കയറ്റി. അവിടെ വെള്ളമൊക്കെ ആയിരുന്നു. ഡോക്ടറിൻ്റെ വീടിൻ്റെ വാതിക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പറഞ്ഞു ഞാൻ ഇച്ചിരി അങ്ങോട്ട് നീക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഉമ്മച്ചിയുടെ മിന്നായും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ പുറകെ ഇറങ്ങുമായിരുന്നു. ഞാൻ പൈസ കൊടുക്കും ഉമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമായിരുന്നു പൈസ. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിന് ഞാൻ പിന്നെ പൈസ കൊടുത്ത് എന്നെ നോക്കി നിൽക്കുകയാണ് അവർ. അതിനത് ഞങ്ങളിപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. പൂർണിമ എന്നാണ് ഡോക്ടറിൻ്റെ പേര്. അവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കയറാൻ പോവുക. പൂർണിമ ഡോക്ടർ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അസ്ഥിയുടെയോ സർജൻ്റെയോ എന്തോ ഡോക്ടർ ബിന്ദുലാൽ, അതും പൂർണിമ ഡോക്ടറിൻ്റെ ഹസ്ബൻഡാണ് അപ്പുറത്ത് ഇരിക്കുന്നത്. ഇതേപോലെ ഉമ്മച്ചിക്ക് കാല് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഉമ്മച്ചിക്ക് ഓപ്പറേഷനൊക്കെ പേടിയായതുകൊണ്ട് അതിലേക്ക് വലിയ താല്പര്യം കാണിച്ചില്ല. അവിടെ ചെന്നപ്പോൾ ചെറിയ പോസ്റ്റ് കിട്ടി. ഇപ്പം ഈ മെഡിക്കൽ ട്രപ്പുകാരൊക്കെയാണ് കൂടുതലും അവിടെ ഇരുന്നത്. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ കുറച്ച് പേഷ്യൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാനൊക്കെ ഒരു ഇച്ചിരി താമസമാണ്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി. കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളും അവിടെ മാറി അങ്ങിരുന്നു. മിന്ന അവിടെ എല്ലാവരെയും നോക്കിയും കസേരയിലൊക്കെ ഇരുന്ന് ഫോണിൽ കളിയായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ നിന്നപ്പോൾ ഇവർ 2 പേരെയും കണ്ടപ്പം മിന്നാക്ക് എന്തോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മിന്ന അവരെ ടാറ്റ കാണിക്കലും ചിരിക്കലും കളിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കൊച്ചു വന്നു. ആ കൊച്ചുമായിട്ട് പിന്നെ ഭയങ്കര കളിയായിരുന്നു. ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു. ഡോക്ടർ അത്യാവശ്യം ഗുളികയൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഒന്നും കൂടെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
ഇനിയിപ്പോൾ അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി. അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെ തലയിൽ ഷോളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കയറ്റിയത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്നാൽ ഇത്തിയെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണെടുത്ത് ഇത്തിയെ വിളിച്ചു. അപ്പോൾ ഇത്തി പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, പോയിക്കോ, സമയമായില്ലല്ലോ എന്ന് പറഞ്ഞ്. ഇത്തിയേകര ആകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. 6:45 ഒക്കെ ആയിട്ടുള്ളായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പം. പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഓട്ടോയിലങ്ങ് പോയി. ഓട്ടോയിൽ പോയി. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു, മൊത്തം നനഞ്ഞു. ഓട്ടോയിലിരിക്കുവാണെങ്കിൽ വെള്ളം അടിച്ച് കയറി. പിന്നെ പറഞ്ഞു എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്ക് ഒരു കട കണ്ട് ഞാൻ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി ആ മഴയത്ത് ഇറങ്ങി. മാങ്ങാ ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയക്കാടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി മാങ്ങാ ജ്യൂസും വാങ്ങിച്ചു. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുക. കുഞ്ഞ് ഓട്ടോയിലോട്ട് കയറി. ഞങ്ങളത് വീടെത്തി. പിന്നെ കയറി ആദ്യം തന്നെ അവളുടെ കുടയും പിടിച്ചുകൊണ്ടങ്ങ് നിൽക്കുക. ഉമ്മച്ചി ചെരുപ്പെല്ലാം കഴുകി കാലൊക്കെ കഴുകി കയറി അകത്തേക്ക് കയറി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.